കൈവിട്ട കളിയാണോ കേരളത്തിൽ കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രി പദത്തിനായി കളിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആന്റോ അഗസ്റ്റിൻ. കൈവിട്ട കളിയാണെന്നുള്ളൊരു സംശയമില്ല. കാരണം എന്താണെന്നറിയോ, ഈ സാധ്യതകളുടെ ഒരു കലയാണല്ലോ ഇപ്പോഴും രാഷ്ട്രീയം എന്ന് പറയുന്നത്. ആ സാധ്യത നേടാൻ വേണ്ടിയിട്ട് എല്ലാ നേതാക്കന്മാരും എല്ലാ കാലത്തും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. കണക്കുകളുടെ കഥയാണ്, കണക്കുകളാണ് എല്ലാ കാലത്തും രാഷ്ട്രീയത്തിൽ നിർത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ എത്ര പേരെ നിർത്താൻ കഴിയും? കേരളത്തിൽ എങ്ങനെയാണ് ഗ്രൂപ്പ് ഉണ്ടായത്? ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്, ഗ്രൂപ്പ് എങ്ങനെ ഉണ്ടായത്? എല്ലാ കാലത്തും അവരവരുടെ സംവിധാനങ്ങൾ, അവരുടെ ആൾക്കാരെ കൂടെ നിർത്തി തന്നെയാണ് കേരളത്തിൽ രാഷ്ട്രീയം. ഇന്ന് പുതിയതായിട്ട് ഈ വി ഡി സതീശൻ വന്നപ്പോഴും കെ സി വേണുഗോപാൽ വന്നപ്പോഴും രമേശ് ചെന്നിത്തല വന്നപ്പോഴും ഉണ്ടായ ഗ്രൂപ്പൊന്നും അല്ല കേരളത്തിലുള്ളത്. കേരളത്തിൽ കോൺഗ്രസ്, ഇന്ത്യയിൽ കോൺഗ്രസ് ഉണ്ടായ കാലം മുഴുവൻ ഈ പറയുന്ന ഗ്രൂപ്പുകളെല്ലാം ഉണ്ട്. ഗ്രൂപ്പുകൾ ഇതിന് മുൻപ് ഇവിടെയൊക്കെ തെരുവിൽ ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു സ്ഥലത്തും തെരുവിൽ ഇറങ്ങാത്ത പണിയൊന്നുമില്ല. ഇന്ന് മാത്രം കണ്ടു എന്ന് വിചാരിക്കും. പക്ഷേ ഇന്നത്തെ ഒരു പ്രത്യേകത ഞാൻ കണ്ടെന്നറിയോ, നാളെ വൈകുന്നേരം 4 മണിക്ക് എറണാകുളത്ത് പ്രകടനം, നാളെ വൈകുന്നേരം 4 മണിക്ക് കോഴിക്കോട് പ്രകടനം, നാളെ വൈകുന്നേരം 4 മണിക്ക് മലപ്പുറത്ത് പ്രകടനം, നാളെ വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരത്ത് പ്രകടനം എന്ന് പറയുമ്പോൾ ലോറിയിൽ ഫ്ലെക്സ് ഇറക്കി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പ്ലക്കാർഡ് ലോറിയിൽ ഉണ്ടാക്കി കൊടുത്തിട്ട് ഒരേ വലിപ്പത്തിൽ ഒരേ സൈസിൽ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കുകയാണ്. അതെങ്ങനെ ഇറക്കി കൊടുക്കുന്നത്? PR ഏജൻസികൾ ഈ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ 102 സീറ്റിൽ MLA കോൺഗ്രസ് വിജയിപ്പിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കേരളത്തിലെ PR വർക്ക് നടത്തുന്ന ഗതികേട് കോൺഗ്രസിന് വന്നു എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് അത് വന്നിട്ട് VS അച്യുതാനന്ദൻ്റെ കാലത്ത് VS അച്യുതാനന്ദൻ്റെ MLA ആവാൻ വേണ്ടിയിട്ട് സ്ഥാനാർത്ഥി നിന്ന് നിശ്ചയിച്ച സമയത്ത് അണികൾ റോട്ടിൽ പ്രകടനം നടത്തിയില്ലേ എന്ന് അതിനോട് യോജിപ്പിക്കാൻ നോക്കിയിട്ട് പറയുകയാണ് കണ്ണേ കരളെ VDSA എന്ന് പറയുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി എവിടെയാണ് ഇത് പോയത്? പറഞ്ഞോട്ടെ തിരക്കൂട്ടണ്ട പറയട്ടെ. അപ്പം എന്നിട്ട് ഇതിനെക്കുറിച്ച് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. VS അച്യുതാനന്ദൻ്റെ നിയമസഭയ്ക്ക് സീറ്റില്ല എന്ന് രാത്രി 9 മണിക്ക് പ്രഖ്യാപിക്കും. 9:30ക്കാണ് സമരം നടത്തുന്നത്. ഇത് നാളെ വൈകുന്നേരം 4 മണിക്ക് കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോടും പ്രകടനം നടത്താൻ വേണ്ടിയിട്ട് അണികളെ ഇറക്കുന്ന പരിപാടിയല്ല ഇത്. മനസ്സിലായില്ലേ? 9 മണിക്ക് പ്രഖ്യാപിച്ചിട്ട് 9:30ക്ക് കേരളത്തിലെ ജനങ്ങൾ വഴിക്ക് മുഴുവൻ പന്നകൊളുത്തി പ്രകടനം നടത്തി. അറിയില്ലേ? അതിൽ സമയം നിശ്ചയിച്ച് പ്രഖ്യാപിക്കുക. നാളെ വൈകുന്നേരം 4 മണിയാകുമ്പോൾ എല്ലാവരും മലപ്പുറത്ത് വരണം, 4 മണിയാകുമ്പോൾ എല്ലാവരും തിരുവനന്തപുരം സിറ്റിക്കകത്ത് വരണം. അപ്പോഴത്തേക്കും ഞങ്ങൾ ഫ്ലെക്സ് സാധനങ്ങളെല്ലാം കൊണ്ടുതരാം. അത് നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് ഒരേ സൈസിൽ, ഒരേ ഡിസൈൻ, ഒരേ ശൈലി. അങ്ങനെയാണോ ജനങ്ങൾ റോഡിലിറങ്ങുന്നത്? നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ട് അങ്ങനെ ജനങ്ങൾ റോഡിലിറങ്ങുന്നത്? PR പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇതാണ് സംവിധാനം എന്ന് പറയുന്നത്. വയനാട്ടിൽ കിടക്കുന്നവൻ തിരുവനന്തപുരത്ത് എത്തുന്നു, കോഴിക്കോട് കിടക്കുന്ന തിരുവനന്തപുരത്ത് എത്തുന്നു, മലപ്പുറത്ത് കിടക്കുന്ന തിരുവനന്തപുരത്ത് എത്തുന്നു. അങ്ങനെയാണോ ജനങ്ങൾ ഇറങ്ങുന്നത്? മലപ്പുറത്ത് ഇറങ്ങുന്നത് മലപ്പുറത്ത് റോട്ടിലിറങ്ങും. അങ്ങനെയല്ല ചെയ്യുക. കൊച്ചിയിൽ 1 മിനിറ്റ് വാതു, കൊച്ചി റോട്ടിലിറങ്ങും. ഇത് മലപ്പുറത്ത് ഇറങ്ങും, വയനാട്ടിൽ കിടക്കുന്നതൊക്കെ തിരുവനന്തപുരത്ത് വന്നിട്ട് ജാഥ വിളിക്കുകയാണ്. 4 മണിക്ക് നാളെ വൈകുന്നേരം വരണമെന്ന് പറയും. ഇതാണ് ഗ്രൂപ്പ് പരിപാടി എന്ന് പറയുക. ഇതാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഇത് ജനങ്ങളെ കൂട്ടാൻ നിൽക്കണ്ട. VD സതീശന് വേണ്ടിയിട്ട് VD സതീശൻ്റെ ആൾക്കാർ വന്ന് ഇറങ്ങുന്നു. അത്രയോ കൂട്ടിയാൽ മതി. ജനമുണ്ടപ്പോൾ ജനമുണ്ട്. നാളെ രാവിലെ KC വേണുഗോപാൽ ഇത് വിചാരിച്ചാൽ നടക്കും. 140 MLA, 102 MLA-മാരിൽ 63 MLA-മാരിൽ ഈ 40 35 ഉണ്ടല്ലോ. ആ 35 പേര് വിചാരിച്ചാലും കുറച്ച് ജനങ്ങൾ പല സ്ഥലങ്ങളിൽ ഇറങ്ങൂലേ? എന്താ ഇറങ്ങാത്തെ? ഈ VD സതീശൻ അടുത്ത പണി ഇറങ്ങിക്കൂടെ? ഇറക്കാൻ പറ്റും. രമേശ് ചെന്നിത്തല വിചാരിച്ചിട്ടുണ്ടെങ്കിൽ 10 പേരാണെങ്കിൽ 10 പേരെ ഇറക്കാൻ കഴിയത്തില്ലേ? ഇറക്കാൻ പറ്റും. ഇത് തന്നെയാണല്ലോ ഫ്ലെക്സ് ബോർഡൊക്കെ. അപ്പോൾ ഇത് ഞങ്ങൾ ചെയ്യുന്നത് വലിയ കാര്യം. ഇത് ഞങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ എത്തുന്നതെന്ന് പറയുന്ന ശൈലിയാണ്, അല്ലാതെ ഒന്നുമില്ല. ഇപ്പം എന്താണ്, ഇപ്പം 102 MLA-മാരെ തിരഞ്ഞെടുത്തു. അതിൻ്റെ അകത്ത് ലീഗിന് പ്രാധാന്യമുണ്ട്. എന്നിട്ട് പറയും ലീഗ് VD സതീശൻ്റെ കൂടെയാണ്. ലീഗ് എവിടെയാണ് VD സതീശൻ്റെ കൂടെയാന്ന് പറഞ്ഞേ? ലീഗ് എവിടെയെങ്കിലും പറഞ്ഞോ? ലീഗ് പോയിട്ട് പറഞ്ഞത് എന്താണ്? ഈ പറയുന്ന കെട്ടുറപ്പോടുകൂടി ഈ പറയുന്ന സംവിധാനത്തെ മുന്നോട്ട് നയിക്കാൻ പറ്റിയ ഒരു മുഖ്യമന്ത്രി നമുക്ക് വേണം പറഞ്ഞില്ലേ? ഈ ജനങ്ങളുടെ വികാരം കൂടെ മാനിക്കണം പറഞ്ഞു. ഇതൊക്കെ ശരിയാണ്. അത് മുഴുവൻ VD സതീശന് അനുകൂലമാണോ? മനസ്സിലായോ? ഈ PJ ജോസഫ് എന്തെങ്കിലും പറഞ്ഞോ? എവിടെയും കേട്ടോ? ഞങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിയിലെ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കാമെന്ന വേറൊരു നേതാവ് പറയണം കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായം മുഴുവൻ VD സതീശൻ്റെ കൂടെയാണെന്ന്. ഏത് ക്രിസ്ത്യൻ നേതാവ് വന്നിട്ടാണ് VD സതീശന് അനുകൂലമാണ് നിലപാട് പറഞ്ഞത്? 1-2 ആൾക്കാർ അവിടെ ഇവിടെ പറയുന്നുണ്ടാവും. അത് വെച്ചിട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിനെ കോൺഗ്രസ് തീരുമാനിക്കുന്നത്? അങ്ങനെയാണോ? AICC. അപ്പം പിന്നെ എന്തിനാണ് AICC? എന്തിനാണ് ഈ നിരീക്ഷകർ? എന്തിനാണ് രാഹുൽ ഗാന്ധി? എന്തിനാണ് പ്രിയങ്ക ഗാന്ധി? ഇവർക്ക് എന്തിനാണ് മല്ലികാർജ്ജുന ഖാർഗെ? എന്തിനാ ഇതൊക്കെ? ഈ പറയുന്ന വെട്ടിയ പട്ടിക എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ മാധു പറഞ്ഞല്ലോ, ഈ വെട്ടിയ പട്ടിക എല്ലാം കൂടി വെട്ടി തിരുത്തിയിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടത്. അതിലാണ് 102 പേര് ജയിച്ചത് അല്ലേ? 63 പേര് ജയിച്ചത് ഈ പറഞ്ഞ ഇവിടുന്ന് കൊണ്ടുപോയ ഗ്രൂപ്പ് മാനേജർമാർ 1 by 1 ആയിട്ട് കൊണ്ടുവന്ന പട്ടികയെല്ലാം കൂടി വെട്ടിത്തിരുത്തി ജയിക്കുന്ന പട്ടിക ഇങ്ങോട്ട് വിട്ടപ്പോൾ ആ ആൾക്കാരിൽ 63 പേരാണ് ജയിച്ചു വന്നത് അല്ലേ? ഇത് ഞാൻ വിചാരിച്ചാൽ മാത്രമേ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുള്ളൂ എന്നുള്ള നിലയിലേക്ക് വന്നാൽ ഇത് പിന്നെ എന്ത് സംവിധാനമുള്ളത് ഈ രാഷ്ട്രീയത്തിൽ? കോൺഗ്രസ് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൻ്റെ ഒരു കലയാണെന്ന്. അതെല്ലാ കാലത്തും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ പിടിപാടുള്ള ശൈലിയിൽ പിടിപാടുള്ള സ്ഥലത്ത് വിജയിച്ച് കയറും എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ എങ്ങനെയാണ് VD സതീശൻ പ്രതിപക്ഷ നേതാവായ കേരളത്തിൽ? എങ്ങനെ VD സതീശൻ ഈ KC വേണുഗോപാലും കൂടെ വിചാരിച്ചതുകൊണ്ടാണ് VD സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവായത്? അല്ലാതെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും?
വി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ആകണ്ട എന്ന് 2021 കെ സി വേണുഗോപാൽ ഒന്നുമില്ല. കെ സി വേണുഗോപാലും കൂടെ വിചാരിച്ചുകൊണ്ടാണ്. കാരണം അന്ന് ആ പോസ്റ്റർ കെ സി വേണുഗോപാൽ ഇരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് കെ സി വേണുഗോപാൽ എന്ന് വിചാരിക്കുകയാണ് വി ഡി സതീശൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവണ്ട ആകണ്ട എന്ന് തീരുമാനിച്ചാൽ ഇന്ന് പറയുന്ന വി ഡി സതീശൻ ഉണ്ടാവുമോ? അന്നേ അദ്ദേഹം നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അന്ന് വി ഡി സതീശന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ കാര്യം പറയുന്നു. സുധാകരനെ മാറ്റി സണ്ണി ജോസഫിനെ പിന്നെ പ്രതിപക്ഷ KPCC പ്രസിഡന്റ്. ഇന്ന് KPCC പ്രസിഡന്റ് വേറൊരു മാധ്യമത്തിൽ കൊടുത്തൊരു അഭിമുഖം ഞാൻ കേൾക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്ന ശൈലി എന്താണെന്ന് പറയാം. പറയുന്നത് ഇത്രയാണ്: ഞങ്ങൾക്ക് മുൻപ് തന്നെ ഇതറിയാം. ഏതിന് മുൻപ് തന്നെ? ഇലക്ഷന് മുമ്പ് തന്നെ. ഈ ഇലക്ഷനുമായി ബന്ധം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഒരാളെ മുന്നോട്ട് നിശ്ചയിച്ചില്ലെങ്കിൽ ഇലക്ഷൻ കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാവും, ഞങ്ങൾക്കറിയാം. പക്ഷേ എന്താണ്, ഇത് CPM-ഉം ഇടതുപക്ഷവും ശക്തമായി ഇലക്ഷനിൽ ഉന്നയിക്കുമെന്ന് കണ്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി നിന്നു എന്നാ പറഞ്ഞത്. എങ്ങനെ? ഞങ്ങൾ ഈ പറയുന്ന ഒരു നേതാവിനെ വെച്ചാൽ ഒരു നേതാവിനെ വെച്ചിൽ ഈ പ്രശ്നം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് അറിയാമെങ്കിൽ കൂടെ ഞങ്ങൾ എന്ത് ചെയ്തു? ഈ ഇടതുപക്ഷവും LDF-ഉം കൂടെ പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾ എന്താക്കി? ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു. അത് കഴിഞ്ഞ് പ്രശ്നം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആരോടാ പറയുന്നത്? കേരളത്തിൽ വോട്ട് ചെയ്ത ജനങ്ങളോടാണ് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത് KPCC പ്രസിഡന്റ് പറയുന്നത്. എന്താ KPCC പ്രസിഡന്റ് പോയിട്ട് ആർക്ക് വോട്ട് ചെയ്യാണ്? നമ്മൾ കാസർഗോഡ് തുടങ്ങി മലപ്പുറം വരെയുള്ള MLA-മാരുടെ ലിസ്റ്റ് കണ്ടല്ലോ. കോഴിക്കോട് പകുതി വരെ കിട്ടു. ആ പകുതി വരെ കണ്ടതിനകത്ത് എല്ലാം KC മാത്രമേ ഉള്ളൂ. ഒരു സ്ഥലത്ത് മാത്രമാണ് KC + RC എന്ന് കണ്ടത്. ഒരു സ്ഥലത്ത് 8 പേരിലല്ലേ? നിങ്ങൾ പെർസെൻറ്റേജ് എടുത്ത് നോക്കിക്കേ. നിങ്ങൾ 63-ലെ പെർസെൻറ്റേജ് എടുത്ത് നോക്കിക്കേ, എത്ര പേര്? അത് തന്നെ ഉണ്ടാവില്ല, 50% മേലെ ഉണ്ടാവത്തില്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ഒരു ശൈലി. കാരണം ഒരു ഏരിയയിൽ നമ്മുടെ 14 ജില്ലയിൽ നമ്മൾ 3 ജില്ല കണ്ടു. ആ 3 ജില്ലയിൽ മുഴുവൻ KC ആണുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അംഗീകരിക്കത്തില്ല. നിങ്ങൾ MLA-മാർ തീരുമാനിക്കുന്നത്. പിന്നെ ഈ MLA-മാരെ എന്ത് വിശ്വസിച്ചിട്ടാണ് നിയമസഭയിലേക്ക് പറഞ്ഞയക്കുക? ഇതെന്ത് വിശ്വസിച്ചിട്ടാ കേരളത്തിലെ ജനങ്ങൾ MLA-മാരെ? കാരണം അവർ പറയുന്നതിന് ഒരു വിലയില്ലെങ്കിൽ പിന്നെ എന്ത് വിശ്വസിച്ചിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ MLA-മാരെ തിരഞ്ഞെടുത്തത്? മനസ്സിലായി? അവർ ഈ പറയുന്ന ഈ ജനഹിതത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നടത്തേണ്ട സംഭവം എന്താ അറിയോ? MLA-മാരെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നേ. ഈ പറയുന്ന 8 MLA-മാർ നിങ്ങൾ പിന്നെ കണ്ടല്ലോ. 8 MLA-മാർ KC-ക്ക് നേരെ വരയിട്ടത് കണ്ടല്ലോ. എന്തിനാണ് പിന്നെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായില്ല. KPCC ആസ്ഥാനത്തേക്കല്ല മാർച്ച് നടത്തേണ്ടത്, സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. അവിടെ കാവൽ മന്ത്രിസഭയായിട്ടല്ലോ. സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്കല്ല, പുളിമൂട് വരെ മാർച്ച്. ഏത് പുളിമൂട്? ഞാൻ ചോദിച്ചു ആ ചോദ്യം, എന്തിനാണ് പോകാമല്ലോ? ഞാൻ ചോദിച്ചിട്ട് തന്നെ പറയുന്നത് 8 MLA-മാരെ കണ്ടല്ലോ KC-ക്ക് അനുകൂലമായ നിലപാടെടുത്ത്. അവരെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നേ. അവർ ഈ പറയുന്ന ജനഹിതത്തിനെതിരായിട്ടല്ലേ വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതെന്താണ് പറയുന്നത്? ഇത് ഗ്രൂപ്പ് യോഗത്തിൽ ഇപ്പം നാളെ KC വേണുഗോപാൽ വിചാരിക്കുകയാണ്. KC വേണുഗോപാൽ എന്തായാലും അടുത്ത വർഷം ജനറൽ സെക്രട്ടറി ACC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണമല്ലോ. KC വേണുഗോപാൽ ഒരിക്കലും ഞാനും ഒരു പിന്നെ എന്താണ് എൻ്റെ പേര് ഈ പിന്നെ കേരള സമൂഹത്തിൽ വളരെ മോശമായി ചിത്രീകരിക്കുകയാണ്, എനിക്കും അണികളുണ്ടാവട്ടെ, ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചാൽ എന്താ അവസ്ഥ? എൻ്റെയും രമേശ് ചെന്നിത്തല ഇപ്പോൾ നേരത്തെ മാധു പറയായിരുന്നു, KC-ൻ്റെ ഫ്ലെക്സ്. ആരെ കൂടെ നിൽക്കുന്ന KC-ൻ്റെ ഫ്ലെക്സ്? ഉമ്മൻചാണ്ടിയുടെ കൂടെ നിൽക്കുന്ന KC-ൻ്റെ ഫ്ലെക്സ്, ഉമ്മൻചാണ്ടിയുടെ കൂടെ നിൽക്കുന്ന KC-ൻ്റെ ഫ്ലെക്സ് വലിച്ചു കീറുമ്പോൾ എന്താ അതിൻ്റെ അടിയിലിരിക്കുന്ന രമേശ് ചെന്നിത്തല? എന്താ അതിനർത്ഥം എന്നറിയോ? രമേശ് ചെന്നിത്തല കൊണ്ടുവച്ച ഫ്ലെക്സിന് മേലെ KC-ൻ്റെ ഫ്ലെക്സ് കൊണ്ടുവച്ചു. അതിന് മേലെ ഇത് കീറിയിട്ട് അതിന് മേലെ VD സതീശൻ്റെ പിന്നെ ഇത് കെട്ടിയൊക്കെയാണ്. അത് നിയന്ത്രിക്കണ്ടേ? ഇന്ന് പിന്നെ VD സതീശൻ്റെ പിന്നെ Facebook പോസ്റ്റ് വരികയാണ്, എനിക്കെതിരെ ഒരാളും തെരുവിൽ ഇറങ്ങണ്ടെന്നാണ് പറയേണ്ടത്. അല്ലാതെ നമ്മളെല്ലാവരും കൂടെ വിജയിക്കേണ്ട സമയമാണെന്നല്ല പറയേണ്ടത്. എനിക്കെതിരെ ഒരാൾ തെരുവിൽ ഇറങ്ങാൻ പാടില്ല, അങ്ങനെയാണ് പറയേണ്ടത്. എനിക്ക് അനുകൂലമായിട്ട് ഒരാൾ പോലും തെരുവിൽ ഇറങ്ങേണ്ട കാര്യമില്ല, ഇത് AICC തീരുമാനിക്കും എന്നല്ലേ പറയേണ്ടത്? അങ്ങനെയല്ല പറയേണ്ടത്. അതിന് പകരം എന്താ പറയുക, നമുക്കിത് വിജയിക്കേണ്ട സന്തോഷം എന്നുള്ള നിമിഷങ്ങളാണ്. അതിൻ്റെ ഫസ്റ്റ് CLP ലീഡറെ തിരഞ്ഞെടുക്കാനുള്ള ഫസ്റ്റ് സ്പേസ് കഴിഞ്ഞു. ഇനി കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? മെസ്സേജ് കൊടുക്കുന്നത് പറയുകയാണെങ്കിൽ എനിക്ക് കിട്ടാൻ പോകുന്നില്ല, കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെല്ലാവരും ഇറങ്ങണം എന്നുള്ള നിലയിലുള്ള സാധനമാണ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാതെ എന്താ പറയേണ്ടത്? ഇത് കേരളത്തിൻ്റെ ഇന്ത്യയുടെ ഹൈക്കമാൻഡ് എങ്ങനെ ഞാൻ അതിന് ഒരു ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കും. എന്താണെന്നറിയോ? ഈ 2 നിരീക്ഷകർ KPCC ആസ്ഥാനത്ത് വന്നല്ലോ. എല്ലാ MLA-മാരെയും യോഗം വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, ഇതാരാ തീരുമാനിക്കണം. അപ്പോൾ പ്രമേയം പാസ്സാക്കുകയാണ്. പ്രമേയം ആര് പിന്നെ മുന്നോട്ട് വെക്കുന്നു? ഈ പറഞ്ഞ KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് മുന്നോട്ട് വെക്കുന്നു. ഇതാര് തീരുമാനിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള പ്രമേയമാണ്. അത് AICC പിന്നെ തീരുമാനിച്ചാൽ മതി എന്നുള്ള, ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ മതി എന്നുള്ള പ്രമേയം പാസ്സാക്കുന്നു. അത് ആര് പിന്തുണയ്ക്കുന്നു? VD സതീശൻ പിന്തുണയ്ക്കുന്നു. എന്നിട്ടാണ് ആരുടെ പിന്നെ എണ്ണെടുക്കാൻ തുടങ്ങിയത്? MLA അത് പിന്തുണച്ച് അത് പാസ്സാക്കി. ആരെ പറയുക? ഐക്യകണ്ഠേന എന്ന് പറഞ്ഞാൽ MLA-മാരുടെ യോഗം മാത്രമല്ല,
മൊത്തം ആൾക്കാരുടെ അവിടെയുള്ള KPCC നേതാക്കന്മാരുടെയും MLA മാരുടെയും മൊത്തം ഐക്യകണ്ഠേന ഇത് പാസ്സാക്കി MLA മാർ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ ഈ CLP നേതാക്കന്മാർ നമ്പർ ഇട്ട് എഴുതി ഈ സാധനവുമായിട്ട് ഡൽഹിയിലെത്താൻ ആർക്ക് സമയം കൊടുക്കുന്നില്ല, ഈ CLP നേതാക്കന്മാർക്ക് കൊടുക്കില്ല. അപ്പം അതിനർത്ഥം അപ്പം അത് അങ്ങനെ പാടില്ല, അങ്ങനെയല്ല. ജനഹിതമനുസരിച്ചാണ് തീരുമാനം എടുക്കണമെങ്കിൽ VD സതീശനെ പിന്താങ്ങാൻ പാടുമോ? പിന്താങ്ങാൻ പാടില്ല. നിങ്ങൾ ആ പ്രമേയത്തെ എതിർത്ത് എന്താ പറയേണ്ടത്? കേരളത്തിലെ ജനഹിതവും ഈ പറയുന്ന ഘടകകക്ഷികളുടെ തീരുമാനം അനുസരിച്ച് മാത്രമേ ഈ പറയുന്ന നിലപാട് സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന് പറയണം. ഇതെല്ലാം ഉള്ളിൽ കൂടെ ചെയ്തിട്ട് ഹൈക്കമാൻഡ് പ്രഷർ ചെയ്യാണ്. കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ എനിക്ക് അനുകൂലമായിട്ടാണ് ചെയ്തത് എന്ന് പ്രഷർ ചെയ്തിട്ട് ആ സ്ഥാനത്ത് ഒരു മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് കേരളത്തിൽ? അപ്പം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഈ പറയുന്ന KCക്ക് അനുകൂലമായി വർക്ക് ചെയ്തവരും ഈ പറയുന്ന 2016 തുടങ്ങി 2021 വരെ ഈ പറയുന്ന രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായി അടി കൊണ്ടവരൊക്കെ ഈ പറയുന്ന പാർട്ടിക്ക് വേണ്ടിയിട്ട് നിന്നില്ല എന്ന് വിചാരിക്കുന്നത് നിങ്ങൾ? കഴിഞ്ഞ 10 വർഷമായി കോൺഗ്രസിന് വേണ്ടി അടി കൊണ്ട നേതാക്കന്മാരെന്നാണ് പറഞ്ഞത് അല്ലേ? 2021 തുടങ്ങി 26 വരെയുള്ള അടി കൊണ്ട നേതാക്കന്മാരല്ലോ. 2016 തുടങ്ങി 2026 വരെ അടി കൊണ്ട നേതാക്കന്മാർ മുഴുവൻ ഈ പറഞ്ഞ ഇടതുപക്ഷ സർക്കാരിനെതിരെ സമരം ചെയ്ത് അടി കൊണ്ടതാണ്. അന്നുള്ള പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവല്ലേ? അന്ന് ഈ തേജോവധം ചെയ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈ കോൺഗ്രസ് നേതാവ് അല്ലായിരുന്നോ? അദ്ദേഹത്തിനെതിരെയും കേസ് വന്നല്ലോ. അദ്ദേഹത്തിനെതിരെയും വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചല്ലോ 2016 തുടങ്ങി. അതിൽ വിജയിച്ചില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ പറയുന്ന രമേശ് ചെന്നിത്തല എന്തിനാണ് അവിടെ ആ സംവിധാനത്തിൽ ഇരിക്കുന്നത്? അദ്ദേഹവും ഇന്ന് രണ്ടാമനായിട്ട് തുടരുകയാണ്. അപ്പം ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണല്ലോ AICC തീരുമാനം എടുക്കുക. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിപ്പോൾ AICC VD സതീശനെ വിട്ടു എന്ന് വിചാരിക്കുക, ഇപ്പം മുഖ്യമന്ത്രിയായി അവരോധിച്ചു എന്ന് വെക്കുക അറിയുക, ഈ പറയുന്ന ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടോ? ഈ 43 MLA മാർ തിരിഞ്ഞു നിന്ന് എന്ത് സംഭവിക്കും? MLA മാർ അഭിപ്രായമില്ലാതെ ഈ 30 പേര് VD സതീശൻ്റെ നിയമസഭയിൽ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ ഗവർണറുടെ മുന്നിൽ കൈപൊക്കണ്ടേ? ഈ 30 പേര് കൈപൊക്കിയിൽ എന്ത് സംഭവിക്കും? ഈ പറയുന്നത് ഞങ്ങൾ KC മുഖ്യമന്ത്രിയാണെങ്കിൽ മാത്രമേ കൈവക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവരുടെ പിൻബലമില്ലാതെ ഈ VD സതീശൻ മുഖ്യമന്ത്രിയാവുമോ? കേരളത്തിന് മുഖ്യമന്ത്രിയാവുമോ? അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ AICCക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത് മാത്രമല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ല ഈ വെട്ടിയ പട്ടികേൻ്റെ കാര്യം. ഈ വെട്ടിയ പട്ടികയിൽ VDക്ക് അനുകൂലമായാലും KCക്ക് അനുകൂലമായാലും RCക്ക് അനുകൂലമായാലും ആർക്ക് അനുകൂലമാകുന്നോ അവർ കേരളത്തിന് മുഖ്യമന്ത്രിയാവും. അതാണ് ചട്ടം, അതാണ് നിയമം, അതാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. അല്ലാതെ റോഡിൽ പ്ലക്കാർഡ് പിടിച്ചു. അപ്പോൾ അതാണ് നേരത്തെ PR സുനിൽ പറഞ്ഞത്. സച്ചി പൈലറ്റിന് വേണ്ടിയിട്ട് റോഡ് തടഞ്ഞു. എത്ര ദിവസം? 7 ദിവസം. ഞാനിപ്പോൾ അത് ഗൂഗിളിൽ നോക്കുമായിരുന്നു. 7 ദിവസം റോഡ് ഒരു വണ്ടി അങ്ങോട്ടും പോയില്ല. റോഡ് മുഴുവൻ എന്ത് ചെയ്തിരിക്കണു? ഈ ടയറിട്ട് കത്തിച്ചേക്കാണ് സച്ചി പൈലറ്റ് മുഖ്യമന്ത്രി. എന്തായോ? സച്ചിന് സാധ്യത പോയി. അതോടുകൂടി സച്ചിന് സാധ്യത പോയി. അവിടുത്തെ കോൺഗ്രസും ഇല്ലാതായി. കാരണം തല്ലി തീർന്നു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ചെറിയ വകുപ്പുകളൊന്നുമല്ല കേട്ടോ. ഇവിടെ ആഭ്യന്തരമുണ്ട്, ഇവിടെ ധനവകുപ്പുണ്ട്, ഇവിടെ മുഖ്യമന്ത്രി. ഇതൊക്കെ സംസാരിച്ച് ധാരണയായിട്ട് ഒരു നല്ല രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോയി അടുത്ത പ്രാവശ്യം എനിക്ക് സാഹചര്യമുണ്ട് എന്ന് വിചാരിച്ച ഏതെങ്കിലും 2 പേര് വിചാരിച്ചാൽ തീർന്നില്ലേ? ഇത് 3 പേര് വിചാരിക്കുന്നില്ലല്ലോ. ശരി ഡോക്ടർ അരുൺ, ഒരു മിനിറ്റ്. ഈ പറയുന്ന MLA മാരിൽ CR മഹേഷ് എന്ന MLA ഇട്ടൊരു പോസ്റ്റ് ഞാൻ ഒന്ന് വായിച്ചോട്ടെ. നേരത്തെ പറഞ്ഞു അല്ല, ധർമ്മടത്ത് സാക്ഷാൽ പറഞ്ഞില്ല. ധർമ്മടത്ത് സാക്ഷാൽ പിണറായി വിജയൻ കുറച്ചെങ്കിലും ധർമ്മസങ്കടത്തിൽ ആയെങ്കിൽ തളിപ്പറമ്പിലും പയ്യന്നൂരിലും CPM പോലും അടിപതറാമെങ്കിൽ ജനാധിപത്യത്തിന് ഉൾക്കരുത്ത് കാണാതിരുന്നുകൂടാ. ഇത് CPM മാത്രമല്ല ബാധകം. 50,000-നും 80,000-നും വോട്ടുകൾക്ക് ജയിച്ച UDF മണ്ഡലങ്ങളും ഇനി അത്ഭുതങ്ങൾ സംഭവിക്കാം. അതാണ് ചരിത്രവും കാലവും. പല്ലുകുത്തി മണപ്പിക്കുന്നതിനെയും സുഗന്ധമായി കാണുന്നവർ, നാറുന്നതും മണക്കുന്നതും അറിയാത്തവർ, ജനവികാരം കണ്ടിൽ നിന്ന് നടിക്കുന്നവർ എല്ലാം ഇവിടം കൊണ്ട് തീർന്നു എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്. അല്പമെങ്കിലും ഇന്ത്യയിൽ അവശേഷിക്കുന്ന പോലും നഷ്ടപ്പെടും. ഇത് പക്ഷം പറച്ചിലായി കാണണ്ട. വിശക്കുന്നവന്റെ, വിയർക്കുന്നവന്റെ, പണിയെടുക്കുന്നവന്റെ മഹാപ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവന്റെ, ജനാധിപത്യത്തിനെ മാറിയും മറിഞ്ഞും പാർട്ടി നോക്കാതെ വോട്ട് ചെയ്യുന്ന നിഷ്പക്ഷമതികളായ ജനങ്ങളുടെ ഹൃദയവികാരം പങ്കുവച്ചു എന്ന് മാത്രം. അപ്രിയ സത്യങ്ങൾ പറയേണ്ടി വരുന്ന സാഹചര്യത്തിൽ നഷ്ടപ്പെടുന്നതിനെ ഓർത്ത് ദുഃഖമില്ല. നേടിയതെന്ന് നാം കരുതുന്നതൊന്നും നാം കൊണ്ടുവന്നതല്ല, നാം ഒറ്റയ്ക്ക് നേടിയതും അല്ലല്ലോ എന്ന ഓർമ്മപ്പെടുത്തൽ പ്രിയപ്പെട്ട ഹൈക്കമാൻഡ്, പ്രിയപ്പെട്ട KC, പ്രിയപ്പെട്ട RC, പ്രിയപ്പെട്ട VD എന്നും കൂടെ എഴുതി കോമ ഇട്ടിട്ട് എഴുതിയ നല്ലതായിരിക്കും. പ്രശ്നം ഇതാണ്, നിങ്ങളൊരു പ്രമേയം അവതരിപ്പിച്ച് അത് പാസ്സാക്കിയതിനു ശേഷം ആ പ്രമേയത്തിൻ്റെ മേലൊരു ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഡിസിഷൻ എടുക്കും മുമ്പ് അട്ടിമറിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ ഹൈക്കമാൻഡിന് കഴിയില്ല. ഇതാണ് സിമ്പിളായിട്ടുള്ള ഇതിനകത്തെ പ്രശ്നം. അതിനു മുമ്പ് പന്തം കൊളുത്തി വന്നിട്ട് ഹൈക്കമാൻഡിനെ പേടിപ്പിക്കാന്ന് വെച്ചാൽ എത്ര പന്തം കൊളുത്തി പ്രകടനങ്ങൾ കണ്ടതാ, എത്ര ഇത് ലീഗിനെയും കൂടെ അതിനകത്ത് വലിച്ചിട്ടു. ഇത് വെറുതെ നിന്ന ഇന്നിപ്പോ BJP വന്ന അഭിപ്രായം ഇന്ന് ലീഗിന് വെറുതെ നിന്ന ലീഗിനെ അതിനകത്ത് വലിച്ചിട്ടിട്ട് ലീഗാണ് തീരുമാനിക്കുന്നത് എന്നുള്ള നിലയ്ക്ക് BJPയുടെ ഇന്നത്തെ പോസ്റ്റ് എന്താ അറിയോ? ഇന്നത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് ലീഗും ജമാഅത്ത് ഇസ്ലാമിയും കൂടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്.
Meet the editors.